മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വാണ്ട മാക്സിമോഫിന് 6 ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ പവേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ വിശ്വസിക്കണം. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് മൈൻഡ് സ്റ്റോണിന് എക്സ്പോസ് ആവുന്നതോടെയാണ് വാണ്ട മാക്സിമോഫിന് തന്റെ പവേഴ്സിനെ അൺലോക്ക് ചെയ്യാനും ആംപ്ലിഫൈ ചെയ്യാനും ഒക്കെ സാധിച്ചത്. വാണ്ട മാക്സിമോഫിന് തന്റെ കെയോസ് മാജിക്കിന്റെ സഹായത്തോടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനും മെമ്മറീസിനെ ഒക്കെ ഓൾട്ടർ ചെയ്യാനും സാധിക്കും. റിയാലിറ്റി സ്റ്റോൺ പ്രവർത്തിക്കുന്നത് പോലെ വാണ്ട മാക്സിമോഫിന് റിയാലിറ്റിയെ തന്റെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാനും റീറൈറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. വാണ്ട വിഷൻ എന്ന സീരീസിൽ വാണ്ട മാക്സിമോഫ് വെസ്റ്റ് വ്യൂവിനെ മൊത്തത്തിൽ റീഷേപ്പ് ചെയ്ത് ഹെക്സ് എന്ന സിറ്റ്കോം തീമിന്റെ റിയാലിറ്റിയാക്കി മാറ്റുന്നുണ്ട്. ഹെക്സിൽ വെച്ച് വാണ്ട തന്റെ പവേഴ്സ് ഉപയോഗിച്ച് തന്റെ മരണപ്പെട്ടു പോയ ഹസ്ബൻഡായ വിഷനെ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോൾ സ്റ്റോൺ പ്രവർത്തിക്കുന്നത് പോലെ ലൈഫിന്റെയും സോളിന്റെയും മേൽ ആധിപത്യം സ്ഥാപിക്കാനും വാണ്ട മാക്സിമോഫിന് സാധിക്കുമെന്ന് അർത്ഥം. ടൈം സ്റ്റോൺ പ്രവർത്തിക്കുന്നത് പോലെ ടൈമിനെ ഫ്രീസ് ആക്കാനോ ടൈമിനെ റിവേഴ്സ് ചെയ്യാനോ ഒക്കെ വാണ്ട മാക്സിമോഫിന് സാധിക്കും. എന്നാൽ വാണ്ട ക്രിയേറ്റ് ചെയ്ത റിയാലിറ്റിയിൽ മാത്രമേ ഇങ്ങനെ ഒരു പവർ വർക്ക് ആകൂ എന്ന് മാത്രം. വാണ്ട മാക്സിമോഫിന് തന്റെ കെയോസ് മാജിക്കിന്റെ സഹായത്തോടെ പറക്കുവാൻ സാധിക്കും. മാത്രമല്ല സ്പേസ് സ്റ്റോൺ പ്രവർത്തിക്കുന്നത് പോലെ നിന്ന നിൽപ്പിൽ അതിവേഗം തന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് മറ്റൊരു പൊസിഷനിലേക്ക് നിഷ്പ്രയാസം അതിവേഗത്തിൽ സഞ്ചരിക്കുവാനും സാധിക്കും. പവർ സ്റ്റോണിനെ പോലെ വാണ്ട മാക്സിമോഫ് അതിശക്തമായത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലാണ്. താനോസുമായിട്ടുള്ള പോരാട്ടത്തിൽ വാണ്ട താനോസിനെ ഓവർ പവർ ചെയ്ത് തന്റെ കെയോസ് മാജിക്കിന്റെ സഹായത്തോടെ ഒരു മെറ്റൽ കൊണ്ട് നിർമ്മിച്ച താനോസിന്റെ ഡബിൾ എഡ്ജ്ഡ് സോഡ് ഓടിച്ചു കളയുന്നുണ്ട്.